അതിഗുരുതര കുറ്റകൃത്യങ്ങളുടെ നേർസാക്ഷ്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നിട്ട് 24 മണിക്കൂർ തികയുകയാണ്. ലൈംഗിക അതിക്രമങ്ങൾ മുതൽ പോക്സോ കുറ്റകൃത്യങ്ങളെപ്പറ്റി വരെ പരാമർശമുണ്ട്. പുറത്ത് എത്തിയപ്പോൾ പേരുകൾ മായ്ക്കപ്പെട്ടെങ്കിലും സർക്കാരിന്റെ പക്കലുണ്ട് മുഖംമൂടിക്കുള്ളിലെ യഥാർത്ഥ ചിത്രം. വലിച്ചു കീറണം പൊയ്മുഖങ്ങൾ, പുറത്തെടുക്കണം അഭ്രവാളിക്കുള്ളിലെ ജീർണത, നീതി നൽകണം ഭയത്തിന്റെ നെരിപ്പോടിനുള്ളിൽ ജീവിക്കുന്നവർക്ക്. പ്രബുദ്ധരായ കേരളത്തിന്റെ പൊതുസമൂഹം അത് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ടിക്കറ്റ് എടുത്തും കൈയടിച്ചും അവർ വളർത്തിയെടുത്തവർക്ക് അവരോട് മറുപടി നൽകാൻ ബാധ്യതയുണ്ട്. പവർ ഗ്രൂപ്പ് എന്ന ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൂട്ടത്തെ നിയമത്തിന് മുന്നിൽ നിർത്താൻ സ്ത്രീപക്ഷമെന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരിന് സാധിക്കുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ജീർണതകൾ ആവർത്തിക്കാതിരിക്കാൻ സമഗ്രമാറ്റത്തിന് പദ്ധതിയുണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. നിയമത്തിനതീതരല്ല ഒരു താരസൂര്യനും ഒരു വാൽ നക്ഷത്രവും എന്ന് ബോധ്യപ്പെടുത്താൻ ആർജവമുണ്ടോ സർക്കാർ എന്നതാണ് പരമപ്രധാന ചോദ്യം. ഗുരുതര വെളിപ്പെടുത്തലുകളിൽ കേസ് എടുക്കേണ്ടേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് 24 മണിക്കൂറിന് അടുത്താവുകയാണ്. 4.5 വർഷക്കാലം റിപ്പോർട്ട് കയ്യിൽ വെച്ച് നോക്കി നിന്ന സർക്കാർ ഗുരുതര വെളിപ്പെടുത്തൽ വന്നപ്പോഴെങ്കിലും കേസെടുക്കേണ്ടതല്ലേ? ഇതുവരെ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത്. പരിശോധിച്ച ശേഷം നടപടിയെന്ന മുടന്തൻ ന്യായമാണ് സജി ചെറിയാൻ പറഞ്ഞത്. എപ്പോൾ കേസെടുക്കും എന്നാണ് അറിയേണ്ടത്. ആദ്യം റോഷിപാലിലേക്ക് പോകുന്നു. ഈ വിഷയത്തിൽ അതിഥികളുണ്ട്. ആദ്യം റോഷിപാൽ ഇപ്പോൾ 24 മണിക്കൂർ സമയമാവുകയാണ്. ഇന്നലെ ഏതാണ്ട് 2:30 ആണ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. 2:33 ആയപ്പോഴാണ് റോഷിപാലിൻ്റെ കയ്യിൽ ആ റിപ്പോർട്ട് കിട്ടുന്നത് അല്ലേ? മന്ത്രി പറയുന്നു ആ റിപ്പോർട്ട് വായിച്ചിട്ടേയില്ല എന്ന്. 4.5 വർഷക്കാലം കയ്യിലുണ്ടായിരുന്ന റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി വായിച്ചിട്ടില്ലെങ്കിൽ ആ മന്ത്രി എങ്ങനെയാണ് ഒരു കോൺക്ലേവ് വിളിച്ച് വിഷയം ചർച്ച ചെയ്യുക? സ്മൃതി, ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 2:30 കഴിഞ്ഞ് ലഭിച്ച ആ റിപ്പോർട്ട് 24 മണിക്കൂർ പൂർത്തിയാകുമ്പോൾ അതിൽ എന്ത് നിയമ നടപടി സർക്കാർ സ്വീകരിച്ചു എന്ന പൊതുസമൂഹം തന്നെ ഉയർത്തുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം അത് നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. കാരണം ഇത്രയും വലിയ കുറ്റകൃത്യം സംസ്ഥാനത്തെ ഒരു തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ നടന്നു എന്ന് അത് പൊതുസമൂഹത്തിൽ അത് രേഖാമൂലം തന്നെ വന്നു കഴിഞ്ഞു. ആ റിപ്പോർട്ടിൽ 233 പേജ് മാത്രമാണ് വന്നത്. ഇനിയും ഒട്ടേറെ പേജുകളുണ്ട്. അതിനൊപ്പം തെളിവുകളുണ്ട്, മൊഴികളുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും പരാതി വന്നാൽ മാത്രം അതിൽ നടപടി ആലോചിക്കാം എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു. പക്ഷേ അതിനിടയിൽ സമ്മർദ്ദം ശക്തമാകുമ്പോൾ നിയമപരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതിൽ സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നടക്കമുള്ള നിയമപരിശോധന മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി നൽകിയ ഒരു പരാതിയുണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക്. ആ പരാതി തുടർ നടപടിക്ക് ADGP ലോ ആൻഡ് ഓർഡർ MR അജിത് കുമാറിന് കൈമാറിയിട്ടുണ്ട്. അതിന്റെ നടപടിക്രമം മാത്രമാണ്. ആ തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് നടന്നത്. പക്ഷേ കോൺക്ലേവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. കോൺക്ലേവ് നടത്തിപ്പ് ചുമതല അത് KSIDCക്കാണ്. KSIDC അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തുന്നു, മുന്നൊരുക്കം നടത്തുന്നു, വിവിധ സിനിമാ സംഘടനാ പ്രവർത്തകരുമായി വിശദമായി ചർച്ച നടത്തുന്നു. നവംബർ മാസം ആദ്യവാരത്തിൽ കൊച്ചിയിൽ 3 ദിവസം ഈ കോൺക്ലേവ് നടത്താൻ തീരുമാനിക്കുന്നു. അവിടെ ഈ പവർ ഗ്രൂപ്പിലെ അംഗങ്ങൾ തന്നെ ഒരുപക്ഷെ അതിൻ്റെ കൂടിയാലോചനയുടെ ഭാഗമായി അവിടെ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം AMMA എന്ന ആ സംഘടനയുമായി ബന്ധപ്പെട്ടവർ മറ്റ് പല സംഘടനകളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ളവർക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉണ്ടെന്ന് പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. അവരുടെ പേരുകൾ ആരുടെയും പുറത്തു വന്നില്ലെങ്കിൽ പോലും പലരും സംശയമുനയിലാണ്. ആ ഘട്ടത്തിൽ നിയമ നടപടി സ്വീകരിക്കുക എന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒളിച്ചോടുന്നു എന്ന സംശയമാണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത്. കാരണം സ്വമേധയാ കേസെടുക്കാൻ പറ്റും എന്നാണ് നിയമവിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. തെളിവുകളൊക്കെ സർക്കാരിൻ്റെ കൈവശം സാംസ്കാരിക വകുപ്പിൻ്റെ കസ്റ്റഡിയിലാണ് തെളിവുകളുള്ളത്, മൊഴികളുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്കുള്ള സാധ്യത പൂർണ്ണമായിട്ടുണ്ട് എന്ന് തന്നെ പ്രധാനപ്പെട്ട നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ സർക്കാർ ഇപ്പോഴും ആ കാര്യത്തിൽ മൗനം തുടരുകയാണ്. ഏതായാലും 24 മണിക്കൂറിലേക്ക് റിപ്പോർട്ട് പുറത്തു വന്നിട്ട് നിയമപരമായി എന്താണ് ഇനി സാധ്യത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ സർക്കാരിന് ഒളിച്ചുകളി തുടരാനാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നമ്മോടൊപ്പം ഇപ്പോൾ നിലവിൽ ചർച്ചയിൽ യൂത്ത് കോൺഗ്രസ്
കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീകുമാറുണ്ട്. ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും ചർച്ചയിൽ പിന്നീട് ചേരും. ആദ്യം ഞാൻ അഡ്വക്കേറ്റ് ശ്രീകുമാറിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ശ്രീകുമാർ, ഇപ്പോൾ സർക്കാരിന് മുന്നിൽ പരാതിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയ പരാതിയാണ്. അതിൽ സ്വകാര്യത കാത്തുസൂക്ഷിക്കുക എന്ന് ഉറപ്പ് നൽകുമ്പോൾ ഇരകളുടെ സ്വകാര്യത എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ട് ആ സ്വകാര്യത സൂക്ഷിക്കണമെന്ന് അവർ പറയുന്നു? അവർക്ക് ആ ജോലി, ആ മേഖലയിൽ തുടരാൻ അല്ലെങ്കിൽ സാധിക്കില്ല. അതാണ് അവിടുത്തെ ഒരു പ്രവണത എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ സ്വകാര്യതയിൽ മാത്രം ഊന്നിക്കൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഇപ്പോൾ ഡോക്യുമെൻ്ററി എവിഡൻസുകളാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത്. സർക്കാരിന് ഇനിയിപ്പോൾ നേരിട്ട് പരാതി നൽകിയാലേ കേസെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന വാദം എത്രത്തോളം ശരിയാണ് അഡ്വക്കേറ്റ് ശ്രീകുമാർ? ഈ സർക്കാരിൻ്റെ വാദം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് ഈ സ്ത്രീ സമൂഹത്തോട് അല്ലെങ്കിൽ ഈ ഫിലിം വേൾഡുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളോട് കാണിച്ചിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളൊക്കെ സംബന്ധിച്ചിട്ട് വളരെ വിശദമായിട്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നുണ്ട്. അതിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടിൽ ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ വിക്ടിംസിൻ്റെ പേര് പറയുന്നില്ലെങ്കിൽ പോലും അത് ബാക്കിയുള്ള എവിഡൻസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടായതായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും അതിനെ തുടർന്നിട്ട് സുവമോട്ടോ ക്രൈം രജിസ്റ്റർ ചെയ്യാനും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനും നിയമപരമായിട്ട് യാതൊരുവിധ തടസ്സവുമില്ല. കാരണം ഇത് വെച്ചാൽ ഒരു FIR രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ മതി. പരാതിക്കാരി തന്നെ പരാതി കൊടുക്കണമെന്നില്ല. ഇപ്പോൾ ഓൾറെഡി പരാതിക്കാരിയുടെ പരാതികൾ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. അതിനകത്ത് ഈ വിക്ടിംസിൻ്റെ മൊഴികളുണ്ട്, വിക്ടിംസ് കൊടുത്ത തെളിവുകളുണ്ട്. ഇതിൽ കൂടുതലായിട്ട് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യുന്നതിനോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനോ മറ്റ് തെളിവുകളൊന്നും വേണ്ട. അതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളുമില്ല. പരാതിക്കാരി തന്നെ പരാതി കൊടുക്കണമെന്നുമില്ല. FIR രജിസ്റ്റർ ചെയ്തിട്ട് പരാതിക്കാരിയെ കണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് തുടർന്ന് പോകുന്നതിനും യാതൊരുവിധ നിയമ തടസ്സവുമില്ല. പക്ഷേ ശ്രീകുമാർ, ഇന്നലെ വനിതാ കമ്മീഷൻ അടക്കം പരാതിപ്പെടട്ടെ എന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം വനിതാ കമ്മീഷൻ അടക്കം പറയുന്നത് പരാതി പോലീസിൽ നൽകി കഴിഞ്ഞാൽ എല്ലാ പിന്തുണയും എന്നുള്ളതാണ്? ഇതുവരെ പിന്തുണയില്ലാത്തത് കൊണ്ടാണല്ലോ അവർ ഈ കാലം വരെ അവരൊന്നും പറയാതിരുന്നത്. ഹേമ കമ്മിറ്റി തന്നെ ഈ മൊഴികൾ എടുക്കുന്ന ഘട്ടത്തിൽ എത്ര ബുദ്ധിമുട്ടിയാണ് ആളുകളിൽ നിന്നും ഈ വിവരങ്ങൾ ശേഖരിച്ചെന്ന് ഹേമ കമ്മിറ്റി അത് വളരെ വിശദമായി തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഭയമാണ് അടിസ്ഥാന വികാരം. ഭയപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് മുഴുവൻ പറയുന്നത് കേട്ടത്, ചിലരിൽ നിന്നൊക്കെ 10 മണിക്കൂർ വരെ മൊഴിയെടുക്കാൻ സമയമെടുത്തു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് അഡ്വക്കേറ്റ് ശ്രീകുമാർ. യെസ്, അതായത് വളരെയേറെ കാരണം വെച്ചാൽ വിക്ടിംസിനെ കണ്ടുപിടിക്കാനും അവരിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനും ഈവൻ അവരിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാനും ഒക്കെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അങ്ങേയറ്റം ബുദ്ധിമുട്ടിയതായിട്ടാണ് റിപ്പോർട്ട് കൊണ്ട് കാണുന്നത്. അങ്ങനെ പലരും അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ കമ്മിറ്റി മുമ്പാകെ വെളിച്ചത്ത് കൊണ്ടുവരികയും കമ്മിറ്റി അതെല്ലാം റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. ആ റെക്കോർഡിൻ്റെ വെളിച്ചത്തിൽ ഇനി ഒരു പരാതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ. കാരണം ഒരിക്കലും ഒരു കേസ് എടുക്കുന്നതിന് ഒരു പരാതിയല്ല വേണ്ടത്, ഒരു ഇൻഫർമേഷൻ മാത്രം മതി. ആ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ഇൻഫർമേഷൻ വേണമെങ്കിലും ആകാം. ഈവൻ പരാതിക്കാരുടെ ആകാം, അല്ലെങ്കിൽ പത്രത്തിൽ വന്ന റിപ്പോർട്ടാകാം, അല്ലെങ്കിൽ ഒരു ഫോൺ സന്ദേശമാകാം. ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് മേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കേസ് എടുക്കണം എന്ന് തന്നെയാണ് നിയമപരമായിട്ട് സുപ്രീം കോടതിയാണെങ്കിലും ഹൈക്കോടതിയാണെങ്കിലും എല്ലാവിധ അതായത് നിയമപരമായിട്ട് ബന്ധമുള്ള എല്ലാ കോടതികളും അതിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഇതുവരെ ചെയ്തിരിക്കുന്നത്. അതല്ലാണ്ട് ഒരു പരാതി ചെന്ന്, പ്രത്യേകിച്ചും ഒരു സെക്സ്വൽ അസോൾട്ട്, അത് എന്തുമാത്രം സത്യമാണെന്നല്ല. ശരി ശ്രീ ശിവകുമാർ, ഞാൻ താങ്കളിലേക്ക് വരാം. ഏതായാലും യൂത്ത് കോൺഗ്രസിൽ നിന്നും അബിൻ വർക്കി ഇതിനകം തന്നെ DGPക്ക് പരാതി കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ പോലീസിന്റെ മുന്നിൽ പരാതിയില്ല എന്നുള്ളൊരു ചോദ്യം, ആരോപണം പറയാനും പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ റിപ്പോർട്ട് 4.5 വർഷക്കാലം അനക്കാതെ വെച്ച സർക്കാർ ക്രിമിനൽ കുറ്റം ചെയ്തു എന്നുള്ളതാണല്ലോ പ്രതിപക്ഷ നേതാവ് ആദ്യം പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഈ കാര്യത്തിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. എന്താണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നിങ്ങൾ കരുതുന്നുണ്ടോ? സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് താൻ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നാണ്.
സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ സ്മൃതിക്കും എനിക്കും ഇവിടെ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന കേരളീയ പൊതുസമൂഹത്തിനും ബോധ്യമുണ്ടായത് ഇന്നലെയാണ്. അതിനൊരു സാങ്കേതിക വശം മാത്രമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ഏതാണ്ട് 1 കോടിയിൽ പരം രൂപ ചെലവഴിച്ചിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് 2019 സമർപ്പിക്കപ്പെട്ടതാണ്. ഇത് വർഷം 2024 ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ്? 1, സെക്ഷൽ അസോൾട്ട്, അബ്യൂസിംഗ് ദ മോഡസ്റ്റി ഓഫ് എ വിമൻ, ഫീമെയിൽ അട്രോസിറ്റീസ്, പോക്സോ കേസുകൾ, പിന്നെ അതുപോലെ തന്നെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുവാൻ കഴിയുന്ന ഡ്രഗ് പെഡലിംഗ്. ഇത്ര ഗുരുതരമായിട്ടുള്ള ബാക്കി വേറെയും കുറ്റകൃത്യങ്ങളുണ്ട്. തൊഴിലിടത്തിലെ ചൂഷണങ്ങൾ വരുന്നുണ്ട്, തൊഴിലിടത്തിലെ തുല്യതയില്ലായ്മ വരുന്നുണ്ട്, അതടക്കമുള്ള വേറെ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട നമുക്ക് കീ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഗുരുതരമായിട്ടുള്ള കോഗ്നൈസബിൾ ആയിട്ടുള്ള ക്രൈം ഇത്രയും നടന്ന സാഹചര്യത്തിൽ അത്രയും ഒരു റിപ്പോർട്ടാക്കി സമർപ്പിക്കപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാർ 5 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരൊറ്റ FIR എങ്കിലും കേരളത്തിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇന്നിപ്പോൾ ശ്രീ AK ബാലൻ അദ്ദേഹത്തിനാണ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. AK ബാലൻ പറഞ്ഞത് ആകാശത്ത് നിന്ന് FIR എടുക്കാൻ കഴിയില്ലെന്നാണ്. ആരാണ് ശ്രീ AK ബാലന്റെ നിയമോപദേഷ്ടാവ്? ആരാണ് പറഞ്ഞത് FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന്? ഏറ്റവും പുതിയ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ അപ്ഡേറ്റഡ് ഫോമിൽ പറയുന്നത് 0 FIR-നെ പറ്റിയിട്ടാണ്. ഇവിടെ ശ്രീകുമാർ ഇരിപ്പുണ്ട്. അദ്ദേഹം ഒരു നിയമ വിദഗ്ധനാണ്. അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യമാണ്. കേരളത്തിലെ ഇന്ത്യ മഹാരാജ്യത്തെ പുതിയ നിയമ സംവിധാനത്തിന്റെ പ്രത്യേകത, ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ, അത് ഡൽഹിയിൽ ഒരു ക്രൈം നടന്നാൽ കേരളത്തിൽ FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അതാണ് 0 FIR. അങ്ങനെ നിയമപരമായി എല്ലാം പര്യാപ്തമായ ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു തരത്തിലുമുള്ള ആക്ഷൻ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ട് ആരെയും സംരക്ഷിക്കാനുണ്ട്. ഇപ്പൊ ഇന്നലെ തൊട്ട് നിങ്ങൾ പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട ഞെട്ടൽ എന്താണ്? വാതിലിൽ ഏതൊക്കെയോ നടന്മാർ മുട്ടി എന്നതിന്റെ ഞെട്ടലാണ് കേരളീയ പൊതുസമൂഹത്തിൽ നിങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിനേക്കാൾ എനിക്ക് ഞെട്ടൽ ഉണ്ടാകുന്നത്, ഈ കതകിന് മുട്ടിയതിനേക്കാൾ എന്നെ ഞെട്ടിപ്പിക്കുന്നത്, കതകിന് മുട്ടിയ ഞെട്ടലിൽ ആ റിപ്പോർട്ട് കിട്ടിയിട്ട് പിന്നെയും ഒരു 5 വർഷക്കാലം കൂടി ഇതേ കതകിന് മുട്ടിക്കോട്ടെ എന്ന് ഒരു സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നതാണ് എന്നെ ഞെട്ടിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 2019 റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് അതിനുശേഷം ഈ സംസ്ഥാനത്തിനകത്ത് സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടുള്ള സെക്ഷൽ അബ്യൂസുകൾക്ക്, സെക്ഷൽ അസോൾട്ടുകൾക്ക്, പോക്സോ കുറ്റകൃത്യങ്ങൾക്ക്, ഡ്രഗ് പെഡലിങ്ങിന് അടക്കമുള്ള എല്ലാ ക്രൈമിന്റെയും കിങ് പിൻ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരാണ്. ഈ റിപ്പോർട്ടിനകത്ത് ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ട്. ആ പവർ ഗ്രൂപ്പ് സ്മൃതി അത് സംസ്ഥാന സിനിമാ ഇൻഡസ്ട്രിയെ മാത്രമല്ല സംസ്ഥാന സർക്കാരിനെയും അവരുടെ സ്വാധീനത്തിന്റെ അടിമത്തത്തിൽ വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങൾ നടത്തുന്ന ഇടപെടലുകളിലൂടെയും പൊതുസമൂഹത്തിലെ ചർച്ചകളിലൂടെയും യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരാണ്. യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനത്തിനകത്ത് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത സിനിമാ മേഖലയിലെ നടന്മാരാണ്. ഇപ്പൊ ഇതിനകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇപ്പോൾ ഈ മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ മിസ്റ്റീരിയസ് സ്ക്രിപ്റ്റിനെ വെല്ലുന്നൊരു സ്ക്രിപ്റ്റാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുന്നത് എങ്ങനെയാണ്? ആകാശത്തുള്ള നക്ഷത്രങ്ങളെല്ലാം മിന്നുന്നതല്ല എന്ന് പറയുമ്പോൾ ഈ മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ സൂപ്പർ താരങ്ങൾ എല്ലാവരും ഒരേപോലെ സംശയത്തിന്റെ നിഴൽ വരികയാണ്. അതിനകത്ത് ഒരു തെറ്റും ചെയ്യാത്ത ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട് എങ്കിൽ ആ സൂപ്പർ സ്റ്റാർ അനാവശ്യമായി 24 മണിക്കൂർ കൊണ്ട് കുറ്റ വിചാരണ നേടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പൊതുതത്വം എന്താ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരൊറ്റ നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിനകത്ത് തെറ്റ് ചെയ്യാത്ത സിനിമാ നടന്മാർ, സിനിമാ സൂപ്പർ സ്റ്റാറുകൾ നിരന്തരമായി ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്പെസിഫിക് ആകണ്ടേ? ആരാണ് തെറ്റുകാർ? ഇപ്പോൾ ഇരയുടെ പേര് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിപ്പോ ഹേമ കമ്മിറ്റി എന്നല്ല, നമ്മുടെ രാജ്യത്തെ നിയമത്തിന്റെ സാമാന്യ നിയമമാണല്ലോ ഇരയുടെ പേര് പുറത്തു വരാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ വേട്ടക്കാരന്റെ പേര് പുറത്തു വരാൻ പാടില്ല എന്ന് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇപ്പൊ ഗോവിന്ദ ചാമിക്കില്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് കുറ്റകൃത്യം ചെയ്ത ഈ സൂപ്പർ സ്റ്റാറിനുള്ളത്? സംസ്ഥാന സർക്കാർ ആരെയാണ് സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നത്? ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന് ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ഇപ്പൊ ഇതിനകത്ത് WCC എന്ന് പറയുന്ന മലയാള സിനിമാ ഇൻഡസ്ട്രിക്കകത്ത് രൂപപ്പെട്ടൊരു റിഫോർമേഷൻ ഓർഗനൈസേഷൻ ആണല്ലോ, ഒരു സംഘടനയാണല്ലോ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുകയാണ് WCCയുടെ ഒരു സ്ഥാപക അംഗം, ആ സ്ഥാപക അംഗം പിന്നീട് അതിൽ നിന്ന് നിലപാട് മാറ്റി അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായി സിനിമാ ഇൻഡസ്ട്രിയിൽ ലൈവായിട്ട് നിൽക്കുകയാണെന്ന്. നമുക്കറിയുന്ന 1ലധികം WCC അംഗങ്ങൾ സജീവമായിട്ട് മലയാള സിനിമാ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പൊ ഈ ഒരംഗം ചെയ്ത തെറ്റിന്റെ പേരിൽ WCC എന്ന് പറയുന്ന സംഘടന തന്നെ സംശയത്തിന്റെ നിലയിൽ നിൽക്കുകയല്ലേ? എന്നോട് ഇന്നലെ എന്നെ ഒരു യുവ സംവിധായകൻ വിളിച്ചു. ആ യുവ WCCയുടെ തുടക്കത്തുണ്ടായിരുന്ന ഒരു യുവതി, ഒരു നടി ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയ മൊഴിയിൽ പറയുന്നത് സിനിമാ മേഖലയിൽ ഇങ്ങനെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ അവർ അതിന് വഴങ്ങി എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട.
അല്ല ശരി, ഞാൻ പറഞ്ഞത് WCCയിലെ മുഴുവൻ അംഗങ്ങളും അതിന്റെ പാപഭാരം ചുമക്കുകയല്ലേ. ഒരു യുവ സംവിധായകൻ, അദ്ദേഹം എന്റെ സുഹൃത്താണ്, അദ്ദേഹം ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തൊരു പരാമർശമാണ്, യുവ സംവിധായകന്റെ സെറ്റിനകത്ത് ലഹരി പദാർത്ഥങ്ങളുടെ യഥേഷ്ടമായിട്ടുള്ള വിപണനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ യുവ സംവിധായകന്മാരും അതിന്റെ പാപഭാരം എന്തിനാ പേർന്നത്? ഈ റിപ്പോർട്ടിനകത്ത് തന്നെ പറഞ്ഞു. ഇതിനകത്ത് എല്ലാ യുവ സംവിധായകരെയും അതിന്റെ പാപഭാരം പറയാനായിട്ട് പറഞ്ഞു വിടുന്നതിനാ. ഞാൻ ചോദിക്കുന്നത്, ഗോവിന്ദച്ചാമി ചെയ്ത ക്രൈമിന്റെ അതേ ഗ്രാവിറ്റിയുള്ള ക്രൈം ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യുമ്പോൾ എന്താണ് ആഡഡ് പ്രിവിലേജ്? നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തിനകത്ത് എല്ലാവരും തുല്യരല്ലേ? സമത്വമല്ലേ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ അടിസ്ഥാനവും സൗന്ദര്യവും? അവിടെ എങ്ങനെയാണ് ഈ സിനിമാ താരങ്ങളായിട്ടുള്ള ക്രൈം ചെയ്ത ആളുകൾക്ക് ഈ ആഡഡ് പ്രിവിലേജ് കിട്ടുന്നത്? അപ്പൊ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടെങ്കിലും മലയാള സിനിമ ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്ന എല്ലാവിധമായ ക്രൈമുകളുടെയും അതിന്റെ സംഘടന സംവിധാനം ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടി വരും. ഇപ്പം ഇനി നിയമ നടപടികൾ, ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട നിയമ നടപടികളുടെ പ്രശ്നം നിൽക്കുന്നു. ഇനി രണ്ടാമത്തെ വശം, ഒരു കമ്മിറ്റിയുടെ ശുപാർശ വന്നു, ആ ശുപാർശയിൽ എന്തെങ്കിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇതിനകത്ത് എനിക്ക് ഏറ്റവും പ്രയാസകരമായി തോന്നിയത്, ഇപ്പോൾ സ്മൃതിക്ക് അറിവുള്ള വിഷയമാണോ എന്ന് എനിക്കറിയില്ല, 300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വ്യാപാര സ്ഥാപനം നിങ്ങൾ നടത്തുകയാണെന്ന് വിചാരിച്ചു. 300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വ്യാപാര സ്ഥാപനം നടത്തുമ്പോൾ അതിനകത്തൊരു ടോയ്ലറ്റ് വേണം എന്നുള്ളത് അടിസ്ഥാന നിയമമാണ്. ഇപ്പൊ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന് ലൈസൻസ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡിയോയ്ക്കകത്ത് നിങ്ങളുടെ ജീവനക്കാർക്ക് ആനുപാതികമായിട്ട് ടോയ്ലറ്റുകൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ബേസിക് കമ്മ്യൂണിറ്റിയാണ്, ബേസിക് റിക്വയർമെന്റ് ആണ്. അത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടില്ല. അങ്ങനെ ശക്തമായ നിയമ സംവിധാനമുള്ള ഒരു സംസ്ഥാനത്തിനകത്ത്, ഒരു രാജ്യത്തിനകത്ത്, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽദാതാവാണ് മലയാള സിനിമ ഇൻഡസ്ട്രി. ഏറ്റവും അധികം തൊഴിൽ സംഭാവന ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിക്കകത്ത് 100-300 വനിതകൾ അടക്കമുള്ള ആളുകൾ തൊഴിൽ ചെയ്യുന്നിടത്ത് അവർക്ക് പ്രാഥമിക കർത്തവ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ കുറ്റിക്കാടാണ് ഇപ്പോഴും ആശ്രയം എന്ന് പറയുമ്പോൾ ഈ സിനിമാ ഇൻഡസ്ട്രിയിലെ പളവടപ്പൊന്നും യഥാർത്ഥത്തിൽ അതിനകത്തെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്കില്ല, അണിയറ പ്രവർത്തകർക്കില്ല എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതത്ര വലിയ വിവേചനമാണ്. അതിനെ റിവൈസ് ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലും ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഇതിനകത്ത് കുറ്റം ചെയ്തവരെക്കാൾ ഞാൻ ഇതിനകത്ത് പിൻ പോയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 5 വർഷക്കാലമായി വീണ്ടും ആ കുറ്റങ്ങൾ യഥേഷ്ടം ചെയ്യാനായിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പോൾ പോലും സംസ്ഥാന സർക്കാർ എന്തിനാണെന്ന് ഈ വാശി പിടിക്കുന്നത്? ഈ റിപ്പോർട്ടിനകത്ത് പേരുകൾ പുറത്തു വരാൻ പാടില്ല. എന്തിനാ സംസ്ഥാന സർക്കാർ ഇങ്ങനെ വാശി പിടിക്കുന്നത്? മലയാള ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്താ? എത്രയോ പ്രതിഭാധനരായിട്ടുള്ള പ്രതിഭകളുടെ ഒരു ഇൻഡസ്ട്രിയാ. കാൻ പുരസ്കാരം നേടിയ സിനിമാ താരങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിലില്ലേ? ഫ്രഞ്ച് ഗവൺമെന്റ് ഏറ്റവും പരമോന്നതമായിട്ടുള്ള സാംസ്കാരിക പുരസ്കാരം നേടിയ ആളുകൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിലില്ലേ? എന്തിനേറെ പറയുന്നു, ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ഓസ്കാർ അവാർഡ് ജേതാക്കൾ ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയിലെ മുഴുവൻ ആളുകളെയും അധിക്ഷേപിക്കുവാൻ പാകത്തിന്, കുറ്റവാളികൾ രക്ഷപ്പെടുവാൻ പര്യാപ്തമായ രീതിയിൽ ഒരു റിപ്പോർട്ടിനകത്ത് വെള്ളം ചേർക്കുന്നത് അത് അങ്ങേയറ്റം നീതീകരിക്കുവാൻ കഴിയാത്തതാണ്. ഈ സംസ്ഥാന സർക്കാരും ഈ പവർ ബ്ലോക്കും തമ്മിലുള്ള അവിശുദ്ധ നെക്സസ് അത് പൊളിക്കണം. സംസ്ഥാന സർക്കാരിനെ സംരക്ഷിക്കാനുള്ള ആരായാലും അതുകൂടി പുറത്തേക്ക് കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് ഈ പോരാട്ടം അവസാനിക്കത്തുള്ളൂ. ഒന്ന് ആലോചിക്കണം. ഈ സംസ്ഥാന സർക്കാരല്ലേ മലയാള സിനിമ ഇൻഡസ്ട്രിയെ അവരുടെ PR വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? സ്ത്രീ സുരക്ഷയുടെ പരസ്യം ചെയ്തിട്ടുള്ളത് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടിമാരല്ലേ? ആ നടിമാര് പ്രവർത്തിക്കുന്ന അവരുടെ ഇൻഡസ്ട്രിയിൽ പോലും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഈ സംസ്ഥാന സർക്കാർ പറയുന്ന ബാക്കി മേനികൾക്കൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത്? അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കുന്നവരെ ഞങ്ങൾ സമര പോരാട്ടങ്ങളുമായി നിയമ പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതിലൊരു വ്യക്തത, നിങ്ങൾ DGPക്ക് പരാതി നൽകി. പറയൂ. ഒറ്റ കാര്യം കൂടി, അതായത് ഈ സംസ്ഥാന സർക്കാരിന് ഒരു അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ആക്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത സംസ്ഥാന സർക്കാരല്ല കേട്ടോ. ഒരു സംസ്ഥാന മന്ത്രി രാജിവെക്കുവാൻ പര്യാപ്തമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നു. ആ മന്ത്രിക്കെതിരായിട്ട് ആ മന്ത്രി രാജിവെച്ചതിന് ശേഷം ആ മന്ത്രിയുടെ ആരോപണത്തെ പറ്റി അന്വേഷിക്കാൻ ഇതേ സംസ്ഥാന സർക്കാർ, ശ്രീ പിണറായി വിജയന്റെ സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നു, ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നു. ആ കമ്മിറ്റി 1 മാസം കൊണ്ട് അന്വേഷണം പൂർത്തീകരിച്ച് ആ റിപ്പോർട്ട് പുറത്തു വന്ന് മന്ത്രി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി ആ മന്ത്രിയെ തിരിച്ചെടുത്ത പാരമ്പര്യമുള്ള ഒരു സംസ്ഥാന സർക്കാരാണ് 5 വർഷക്കാലമായി ഒരു റിപ്പോർട്ടിന്മേൽ അടയിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടണം, ഏത് പുറത്തുവിടാൻ പാടില്ല, ഏതിന് മുകളിൽ ആക്ഷൻ ടേക്കൺ ഉണ്ടാകണം, ഏതിന് മുകളിൽ നോ ആക്ഷൻ ആയിരിക്കണം എന്നതിനെ പറ്റിയൊക്കെ നല്ല ധാരണ ഈ സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. ശരി രാഹുൽ, ഞാൻ ചോദിച്ചത്, നിങ്ങൾ DGPക്ക് പരാതി നൽകി, അബിൻ വർക്കി
വ്യക്തമാക്കിയാണ് നൽകിയത്. അതിപ്പോൾ DGP ADGPക്ക് കൈമാറിയെന്ന് കേൾക്കുന്നു. അതിൽ എന്താണ് നിങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ആ പരാതിയിൽ കൃത്യമായി പറയുന്നത് എന്താണ്? ഈ പറയുന്ന റിപ്പോർട്ട് പ്രകാരം ഈ മാഫിയ സംഘത്തിനെതിരെ കേസെടുക്കുക എന്നുള്ളതാണോ? എന്താണ് നിങ്ങൾ അതിൽ സ്പെസിഫിക്കായി ഉദ്ദേശിക്കുന്നത്? സ്മൃതി, ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഗുരുതരമായ ഗ്രാവിറ്റിയുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്, രാജ്യദ്രോഹ കുറ്റം നടന്നിട്ടുണ്ട്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം ഉണ്ടായിട്ടുണ്ട്, തൊഴിലിടത്തിലെ ചൂഷണം ഉണ്ടായിട്ടുണ്ട്. ഇത്ര ഗുരുതരമായിട്ടുള്ള ഒഫൻസുകൾ നിലനിൽക്കെ ആ ഒഫൻസിന് മുകളിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാത്തതുകൊണ്ട് ഇവർ പറയുന്ന പരാതി ഇല്ലാത്തതുകൊണ്ടാണെന്നല്ലേ ഞങ്ങൾ പരാതി പറയുക, ഞങ്ങൾ പരാതിക്കാരായി മാറുകയാണ്. അപ്പൊ ഞങ്ങളുടെ പരാതിന് മുകളിൽ സംസ്ഥാന സർക്കാർ ആക്ട് ചെയ്യട്ടെ. ഈ റിപ്പോർട്ട് ഇപ്പം മന്ത്രി പറഞ്ഞല്ലോ, ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഈ മന്ത്രി മനസ്സിലാക്കേണ്ടത്, ഇതേ സാംസ്കാരിക വകുപ്പിന് അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ശ്രീ AK ബാലൻ, അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഈ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് അന്ന് DGPക്ക് കൈമാറി. DGP അന്ന് പറഞ്ഞത് എന്താ? പരാതിയില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്ന്. പിന്നെ എന്തിനു വേണ്ടിയിട്ട് അശ്വതി 1 കോടിയിൽ പരം രൂപ മുടക്കിയിട്ട് നമ്മൾ ഒരു കമ്മിറ്റിയെ വെച്ചിരിക്കുന്നത്? ഇവർ പറയാ കോൺക്ലേവ് നടത്തുകയാണെന്ന്. ഇന്നിപ്പോ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സംവിധായകൻ പറഞ്ഞു, ഈ കോൺക്ലേവ് നടത്താനായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ പവർ ഗ്രൂപ്പ് ആണ് എങ്കിൽ പിന്നെ ഇതിനകത്ത് എന്ത് പ്രസക്തിയുള്ളത്? ഒരു കാര്യം നമ്മൾ പറയേണ്ടത്, ഇതിനകത്ത് കൃത്യമായി മറുപടി പറയാനുള്ള ബാധ്യത സർക്കാരിന് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് 3 ജനപ്രതിനിധികളില്ലേ? മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രിയില്ലേ, ഒരു സംസ്ഥാന മന്ത്രിയില്ലേ, ഒരു MLA ഇല്ലേ? നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ ജനപ്രതിനിധികളില്ലേ? ബാക്കിയുള്ളവരുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പബ്ലിക്കിനോട് മുന്നിൽ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ജനങ്ങളുടെ വോട്ട് വാങ്ങിയ 3 ജനപ്രതിനിധികൾ ഈ സംസ്ഥാന സിനിമാ ഇൻഡസ്ട്രിയിലുണ്ട്. അവരാരെങ്കിലും കുറ്റക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. പക്ഷേ അവർക്ക് ഇതിനകത്ത് ജനങ്ങളെ കൺവിൻസ് ചെയ്യാനും ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നത് വരെ നിയമ നടപടികൾ, DGPക്ക് കൊടുത്ത പരാതിയിൽ ഞങ്ങൾ അവസാനിപ്പിക്കുകയല്ല. ഇതിന്റെ കൃത്യമായ ഫോളോ അപ്പ് ഞങ്ങൾ കോടതികൾ വഴി നടത്തിക്കൊണ്ടിരിക്കും. മാധ്യമങ്ങളുടെ നിരന്തരമായ ഇടപെടലിന് വേണ്ടുന്ന എല്ലാവിധമായ പൊതുപ്രവർത്തനങ്ങളും പൊതു ഇടപെടലുകളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ മലയാള സമൂഹം വളരെ ഗൗരവത്തോടു കൂടി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് മറ്റൊരു മേഖലയ്ക്കും ഇല്ലാത്തൊരു പ്രിവിലേജ് ഇപ്പോ ഒരു മാധ്യമ സ്ഥാപനത്തിൽ നടക്കുന്നതാകട്ടെ പുറത്തു വരില്ലേ? ഒരു പൊതുപ്രവർത്തനം നടത്തുന്നതാട്ടെ പുറത്തു വരില്ലേ? ഒരു ബ്യൂറോക്രാറ്റ് നടത്തുന്നതാട്ടെ പുറത്തു വരില്ലേ? സിനിമാ ഇൻഡസ്ട്രിക്കും മറ്റൊരു ഇൻഡസ്ട്രിക്കും ഇല്ലാത്ത എന്ത് പ്രിവിലേജാണ് നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്ന ഈ സിനിമാ ഇൻഡസ്ട്രിക്കകത്തുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിയമവിദഗ്ധർ കൂടി ഇക്കാര്യത്തിൽ അഭിപ്രായം ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചർച്ചയിൽ ശ്രീ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് കൂടിയുണ്ട്. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ഇപ്പോൾ ജനം അറിയുകയും ചെയ്തിരിക്കുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ്. സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് മാത്രമല്ല, പീഡനം നടന്നിട്ടുണ്ട്, അതും പോക്സോ കേസുകളുണ്ട് എന്നടക്കം അതിൻ്റെയൊക്കെ എവിഡൻസ്, കൃത്യമായ തെളിവുകൾ സർക്കാരിൻ്റെ പക്കലുണ്ട്. എന്തുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ല എന്ന് സർക്കാർ പറയുന്നു? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? സർക്കാർ പറയുന്നത് പരാതി ഓരോരുത്തരും പോലീസിൽ പരാതി നൽകുകയാണെങ്കിൽ സർക്കാർ പിന്തുണയ്ക്കുമെന്നാണ്. അങ്ങനെയാണോ വേണ്ടത്? അതല്ല, ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഒരു സർക്കാർ സ്വയം തന്നെ സെൻസിറ്റൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഒരു പ്രോ ആക്റ്റീവ് റോൾ ഈ കാര്യത്തിൽ ഗവൺമെന്റ് കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അല്ലാതെ പരാതി വരട്ടെ, പരാതിയുമായി സ്ത്രീകൾ വരട്ടെ, വന്നു കഴിഞ്ഞാൽ നോക്കാമെന്നുള്ളത് വളരെ നിസ്സംഗമായിട്ടുള്ള ഒരു സമീപനമാണ്. അത് ഒരിക്കലും സ്വീകാര്യമല്ല. മാത്രമല്ല, ഇതിൽ ഇപ്പോ കർണാടകത്തിലൊക്കെ ചെയ്ത പോലെ, കർണാടകത്തിലിപ്പോ MP-ക്കെതിരെ ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികളുണ്ട്. ഇപ്പൊ പലരും നേരിട്ട് പരാതിയുമായി മുമ്പോട്ട് വന്നിരുന്നില്ല. പക്ഷേ അവിടെ ഗവൺമെന്റ് വളരെ പ്രോ ആക്റ്റീവായിട്ടൊരു റോൾ എടുക്കുകയും വനിതാ ഉദ്യോഗസ്ഥന്മാരടക്കം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് സ്ത്രീകളെ മുന്നോട്ട് വരാൻ ധൈര്യപ്പെടുത്തുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതൊരു മാതൃകാപരമായിട്ടുള്ള സമീപകാല സംഭവമാണ്. അപ്പൊ ആ നിലയിൽ ഇവിടെയും ഈ പരാതി പറയുവാൻ മടിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകാം എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർക്ക് അതിനുള്ള ധൈര്യം കൊടുക്കേണ്ടത്, ആത്മവിശ്വാസം കൊടുക്കേണ്ടത് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ പ്രാഥമികമായിട്ടുള്ള ബാധ്യതയാണ്. ഇത്തരത്തിലുള്ള ചോദ്യം, അവർ തന്നെ പരാതി കൊടുത്താലേ പറ്റുകയുള്ളൂ എന്നുണ്ടോ? ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തന്നെ ഒരു പരാതി ഇപ്പോൾ DGPക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് പോലീസിൽ പോയി പരാതി കൊടുക്കാൻ പറ്റാത്ത ഘട്ടത്തിലാണല്ലോ ഇങ്ങനെ ഒരു കമ്മിറ്റി തന്നെ വരുന്നത്. ആ കമ്മിറ്റിക്ക് മുന്നിൽ തന്നെ എത്രത്തോളം ഭയപ്പാടോട് കൂടിയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ?
പരാതി അവർ നേരിട്ട് നൽകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പരാതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അത് കമ്മിറ്റി റിപ്പോർട്ടിന്റെ രൂപത്തിലാകാം, ഇല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി കംപ്ലൈന്റിന്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഡീപ്പോസിഷന്റെ അടിസ്ഥാനത്തിലാകാം. എങ്ങനെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അറിവ്, ഒരു ഇൻഫർമേഷൻ അത് കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നടത്താനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നടത്തി മൊഴി രേഖപ്പെടുത്തുവാൻ ആവശ്യമായിട്ടുള്ള ധൈര്യവും ആത്മവിശ്വാസവും അവർക്ക് നൽകണം എന്ന് മാത്രമേ ഉള്ളൂ. മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതും പരാതി നൽകുക എന്നുള്ളതും രണ്ടാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ധൈര്യം കൊടുത്ത് ആത്മവിശ്വാസം കൊടുത്ത് അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. അല്ലാതെ അവർ തന്നെ പരാതി കൊടുക്കണമെന്ന് ശഠിക്കുന്നത്, അങ്ങനെ പറയുന്നത് ശരിയായിട്ടുള്ള നിലപാടല്ല. നിയമപരമായിട്ടും അത് നിലനിൽക്കുന്ന നിലപാടല്ല. 4.5 വർഷമായി റിപ്പോർട്ട് കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു സർക്കാർ. ഇപ്പോൾ സമ്മർദ്ദത്തിനൊടുവിലാണ് ഇത് പുറത്തുവിടാൻ തന്നെ സർക്കാർ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ സർക്കാരിന്റെ ആത്മാർത്ഥതയെ താങ്കൾ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഇത് 4.5 വർഷം മുമ്പ് തന്നെ ഈ കാര്യത്തിൽ നടപടി എടുക്കേണ്ടതായിരുന്നു. ഇപ്പോൾ തന്നെ ഇതിൽ തികച്ചും നീണ്ട ഒരു കാലവിളംബം ഉണ്ടായിട്ടുണ്ട്. അതിന് യാതൊരു ന്യായീകരണവുമില്ല. സർക്കാർ ഈ കാര്യത്തിൽ മുൻപ് തന്നെ നിലപാടെടുക്കേണ്ടതായിരുന്നു, ഉറച്ച നടപടികൾ എടുക്കേണ്ടതായിരുന്നു. ഈ ഉണ്ടായിട്ടുള്ള കാലതാമസം നീതീകരിക്കാൻ കഴിയാത്തതാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് കാളിച്ചൻ രാജ് പ്രതികരിച്ചതിന്. നിയമവിദഗ്ധർ ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീകുമാറും പറയുന്നത് അതേ കാര്യം തന്നെയാണ്. കേസെടുക്കാൻ ഒരു തടസ്സവുമില്ല എന്നുള്ളതാണ്. പക്ഷേ കേസെടുക്കാൻ തടസ്സമില്ല എന്നിരിക്കലും വീണ്ടും നിയമവിദഗ്ധരുമായി ചർച്ച നടത്തേണ്ടതുണ്ട്, അതിലൊരു സംശയമുണ്ട് എന്ന മട്ടിൽ സർക്കാരും സർക്കാർ സംവിധാനങ്ങളും പ്രതികരിക്കുമ്പോൾ എത്രത്തോളം ആത്മാർത്ഥത ഇക്കാര്യത്തിൽ സർക്കാരിനുണ്ട് എന്ന സംശയം വീണ്ടും ഉയരുകയാണ്. അഡ്വക്കേറ്റ് ശ്രീകുമാർ അടക്കം കൂടുതൽ അതിഥികളിലേക്ക് വരാം. കമ്മിറ്റി റിപ്പോർട്ട് ആദരിക്കപ്പെടേണ്ടതാണ് എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു. റിപ്പോർട്ട് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംഘടനകൾ പരിശോധിക്കട്ടെ. സർക്കാരിനെ വിമർശിക്കാനില്ല എന്നും തുടർ നടപടി സർക്കാർ പരിശോധിച്ചു കൈക്കൊള്ളുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനകൾ തീരുമാനമെടുക്കട്ടെ. സംഘടനകൾക്ക് ഇതിനകത്തൊരു മേൽക്കൊണ്ട് എന്ത് നടപടികൾ? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ സർക്കാരും കൂടി നിർദ്ദേശിക്കുന്ന തരത്തിൽ പുതിയ തീരുമാനങ്ങൾ എന്ത്, അത് സംഘടനകൾ. ഗുരുതരമായ പരാമർശങ്ങൾ പലതും വന്നിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഇതിനകത്ത് ആക്റ്റീവായിട്ട് കുറെ കാലമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഇപ്പം നിലവിലുള്ള വീഴ്ചകൾ എന്താണ്, പലരും കംപ്ലൈന്റ് ചെയ്ത് പുറത്തു പോയപ്പോഴും എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സ്ഥിതി തുടരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മനഃപൂർവ്വം വൈകിച്ചതല്ല എന്ന് CPM നേതാവ് PK ശ്രീമതി. ചില ഭാഗങ്ങൾ പുറത്തുവിടരുത് എന്ന് ജസ്റ്റിസ് ഹേമയാണ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചത്. അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. ഏറ്റവും കൂടുതൽ ചൂഷണം നേരിടേണ്ടി വരുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. സർക്കാർ ഗൗരവത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്ന് PK ശ്രീമതി ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ജസ്റ്റിസ് ഹേമ അപേക്ഷിച്ചത്, ഇതിലുള്ള നിങ്ങളിത് പുറത്തിറക്കുമ്പം എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് കൊടുക്കരുത്. ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നതിനെ സംബന്ധിച്ചും വളരെ ഗോപ്യമായി വെക്കേണ്ടുന്ന ചില പ്രത്യേകമായ വിഷയങ്ങളുണ്ട്. അത് നമുക്ക് പുറത്തു വിടുന്നത് നമുക്ക് സമൂഹത്തിന് ഒരു സാംസ്കാരിക കേരളം എന്ന് നമ്മൾ അഭിമാനിക്കുന്നത് നമ്മുടെ കേരളത്തിന് ഗുണമല്ലാത്തതുകൊണ്ട് മറ്റു കാര്യങ്ങൾ തന്നെ ആ റിപ്പോർട്ടിലുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് എഴുതേണ്ടി വന്നിട്ടുണ്ട് മൊഴിയുടെ അടിസ്ഥാനത്തിൽ. അത്തരം കാര്യങ്ങൾ പുറത്തു വിടാതെ റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഏകദേശം എല്ലാം കാര്യങ്ങൾ മനസ്സിലാകും. നമ്മെ അങ്ങേയറ്റം അലോസരപ്പെടുത്തുന്ന, നമുക്ക് ഏറെ ദുഃഖം ഉണ്ടാക്കുന്ന ഒട്ടേറെ സംഭവങ്ങളാണ് ആ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വിവേചനമോ പീഡനമോ ചൂഷണമോ അനുഭവിക്കേണ്ടി വരുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് ഉണ്ടാവുക. ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവർ പറയുന്നത് വഴിക്ക് നിന്നില്ലെങ്കിൽ പല വിധത്തിലുള്ള ചൂഷണത്തിന് അവർ വിധേയരാവേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ തിരിച്ചു പോവുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഒളിയമ്പുമായി സംവിധായകൻ വിനയൻ. മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന 15-അംഗ പവർ ഗ്രൂപ്പിൽ മന്ത്രിയുമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാതിരിക്കുന്നതിന് കാരണം ഈ ഗ്രൂപ്പാണെന്നും വിനയൻ ആരോപിച്ചു. ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിൻ്റെ മുന്നിലും ഈ 15-അംഗ പവർ ഗ്രൂപ്പാണെങ്കിൽ ബഹുമാന്യായ സജി ചെറിയാൻ വലിയ പ്രതിഷേധം ഉണ്ടാകും. ആ പേരുകാരെ വെച്ചുകൊണ്ട് ഒരിക്കലും മലയാള സിനിമ പുനരുദ്ധരിക്കാൻ, ഞങ്ങളെയൊക്കെ നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കരുതെന്ന് മാത്രമേ
ബഹുമാന്യായ മന്ത്രിയോട് എനിക്ക് പറയാനുള്ളൂ, അന്നത്തെ തൊഴിലാളി സംഘടനയായ മൈക്രാ ഫെഡറേഷനെ തകർക്കുന്നതും പകരം ഒരു സംഘടന ഇവർ സ്പോൺസർ ചെയ്തുകൊണ്ട് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ വലിയ ഫണ്ട് കൊടുത്തിട്ടാണ് അന്ന് ആ സംഘടന ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടുണ്ടായ ഒരു ട്രേഡ് യൂണിയനെ അങ്ങനെ തകർക്കുകയാണ് ചെയ്തത്. അന്ന് ആ മീറ്റിങ്ങിൽ പ്രസംഗിച്ച ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ 15 പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ ഈ തെമ്മാടിത്തരങ്ങൾക്ക് റോഷിപാലിലേക്ക് വീണ്ടും. റോഷിപാൽ, ഇപ്പോൾ പവർ ഗ്രൂപ്പ് എന്ന പ്രയോഗം, അതിന്മേലാണ് വലിയ ചർച്ച. 15 അംഗ പവർ ഗ്രൂപ്പുണ്ട്. സിനിമയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഈ പവർ ഗ്രൂപ്പാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തവർ സിനിമാ മേഖലയിൽ തുടരില്ല. അവർക്ക് ആളുകളെ പുറന്തള്ളാൻ എളുപ്പമാണ്. ഈ തരത്തിൽ ഇവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ളത്. മന്ത്രി സജി ചെറിയാൻ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണം നടത്തി? സ്മൃതി, ഒന്ന് കൃത്യമായി ഇതിൽ ചൂണ്ടിക്കാട്ടുന്ന ഈ പവർ ഗ്രൂപ്പ് അത് നമുക്കറിയാവുന്നതാണ്. പഴയ കാലങ്ങൾ, ഏതാണ്ട് 2017 നടി ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ് ഉള്ള ഒരു കാലഘട്ടം, സിനിമയിലെ ഒരു കാലഘട്ടം മാത്രം പരിശോധിച്ചാൽ മതി. ആ കാലഘട്ടത്തിൽ സിനിമയിൽ നടന്ന പല കുതികാൽ വെട്ടുകൾ, ക്രിമിനൽ പ്രവർത്തനങ്ങൾ അത് പരിശോധിക്കുമ്പോൾ ആ പവർ ഗ്രൂപ്പിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് വ്യക്തമാവും. അതിൻ്റെ ഭാഗമായി പൂർണ്ണമായും ചലച്ചിത്ര ലോകത്ത് തുടച്ചു മാറ്റപ്പെട്ട സിനിമാ താരങ്ങളുമുണ്ട്. ഏതായാലും ഈ കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. മന്ത്രിയുടെ വിശദീകരണങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം. അത് മുൻമന്ത്രി AK ബാലനായാലും നിലവിലെ സാംസ്കാരിക സിനിമാ മന്ത്രി സജി ചെറിയാനായാലും നടത്തുന്ന പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അതിന് ആ ഗൗരവത്തിലല്ല അവരുടെ പ്രതികരണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഈ പവർ ഗ്രൂപ്പ് ഒരു ക്രിമിനൽ സംഘം ഉണ്ടായിരുന്നു. ആ ക്രിമിനൽ സംഘമാണ് ഈ സിനിമാ മേഖലയെ കൈയടക്കാൻ ശ്രമിച്ചത്, കൈയടക്കിയത് എന്നടക്കമുള്ള ചില പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളോ തുടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്കും ഇതുവരെ എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും അതിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല എന്നത് ആണ് നിയമവിദഗ്ധർ പറയുന്നത്. പക്ഷേ അതിൽ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇതിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ നിർബന്ധിതമായതാണ് സർക്കാർ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും നിയമ നടപടിക്ക് തുടക്കമായിട്ടില്ല. മന്ത്രി സജി ചെറിയാനാണെങ്കിൽ ഇപ്പോഴും കോൺക്ലേവ് നടത്തുന്നതിനെ കുറിച്ചാണ് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺക്ലേവ് നടത്തുമ്പോൾ സിനിമാ മേഖലയിലെ എല്ലാവരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഈ മേഖല നന്നാക്കാമെന്നുള്ള ചർച്ചയാണ്. അങ്ങനെയുള്ള ചർച്ചയ്ക്കപ്പുറം ഗുരുതരമായ ആരോപണങ്ങൾ ഇതിനകം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ, അതിന് നേതൃത്വം കൊടുക്കുന്നവരെ തന്നെ മുന്നിലിരുത്തിക്കൊണ്ടാണോ ഈ ചർച്ച എന്ന ചോദ്യം സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. സിനിമാ മേഖലയിലെ എല്ലാവരും ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നവരല്ല. ഈ 15 അംഗ ഗ്രൂപ്പ് കൊണ്ട് ബാക്കിയുള്ളവർക്കും ചീത്തപ്പേര് എന്നൊരവസ്ഥ കൂടിയുണ്ട്. സ്മൃതി, ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ നേരത്തെ നമ്മൾ നൽകിയത്. അത് 300 പേരാണ് പ്രതിനിധികളായി സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പ് കണക്കാക്കുന്നത്. അതിൽ നിലവിലുള്ള എല്ലാ സിനിമാ സംഘടനകളുടെയും പ്രതിനിധികളുണ്ട്. അത് ഒന്നിൽ കൂടുതൽ പ്രതിനിധികളുണ്ടാകും. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ, കുറ്റകൃത്യത്തിൽ പങ്കാളികളായ, സ്ത്രീകളെ ചൂഷണം ചെയ്ത, വേട്ടയാടിയവരൊക്കെ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി വരും. ഒരു ഒത്തുതീർപ്പിനുള്ള വേദി ഒരുക്കുകയാണോ കോൺക്ലേവിലൂടെ സാംസ്കാരിക വകുപ്പ് എന്ന സംശയമാണ് പ്രധാനമായും ഉയരുന്നത്. ഏതാണ്ട് വർഷങ്ങളോളം സ്ത്രീകളെ വേട്ടയാടിയവരും വേട്ടയാടപ്പെട്ടവരും ഒരുമിച്ചിരുത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ സാധാരണ നാട്ടുംപുറങ്ങളിൽ നടക്കുന്ന ഒരു മധ്യസ്ഥ ചർച്ചയാണോ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവിലൂടെ സർക്കാർ സാംസ്കാരിക വകുപ്പ് ഉദ്ദേശിക്കുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്നത്. കാരണം ഈ പരിപാടി എങ്ങനെയാണ് ഈ പരിപാടികൾ എന്ന് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഈ കോൺക്ലേവ് നടക്കുന്നതിന് മുമ്പ് ഈ AMMA, മാക്ട അടക്കമുള്ള സംഘടനകൾ, അതിനകത്തെ ഓരോ വിഭാഗങ്ങൾ, ഓരോ തൊഴിൽ മേഖലയെ പ്രതിനിധീകരിച്ചുള്ള ആ സംഘടനയിലെ മറ്റ് സബ് കമ്മിറ്റികളുടെ പ്രതിനിധികൾ, അങ്ങനെ ഓരോ തൊഴിൽ മേഖലയും പ്രതിനിധീകരിച്ചുള്ള പ്രതിനിധികളുമായി സാംസ്കാരിക വകുപ്പ് ചുമതലപ്പെടുത്തിയവർ ചർച്ച നടത്തുന്നുണ്ട് ഈ കോൺക്ലേവിന് മുമ്പ്. ആ ചർച്ചയിൽ രൂപപ്പെടുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അതുൾപ്പെടെയാണ് കോൺക്ലേവിൽ വളരെ വിശദമായ ചർച്ചയായി എത്തുകയും അവിടെ നിന്നും നയരൂപീകരണം നടക്കുകയും ചെയ്യുക. പക്ഷേ ഈ ഇതുവരെ ചെയ്ത കുറ്റകൃത്യങ്ങൾ
അത് മറക്കുക എന്നതാണോ സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, കോൺക്ലേവിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു ചോദ്യവുമുണ്ട്. ഇതുവരെ നടന്ന കുറ്റകൃത്യങ്ങൾ, അത് കുറ്റകൃത്യങ്ങളൊക്കെ മറന്ന് ഇതുവരെ നടന്നതൊക്കെ പുറത്ത് ഇനി അങ്ങോട്ടേക്ക് തർക്കങ്ങളില്ലാതെ സൗഹൃദത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു സന്ദേശമാണോ ഈ കോൺക്ലേവിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം. കാരണം കോൺക്ലേവ് നേരത്തെ തന്നെ തീരുമാനിച്ചതാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ കോൺക്ലേവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു, അതിൻ്റെ ആലോചന തുടങ്ങിയിരുന്നു, അത് ചുമതലപ്പെടുത്തിയിരുന്നു KSFDC പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു എന്നൊക്കെയാണ് മന്ത്രിയുടെ വിശദീകരണവും മന്ത്രിയുടെ ആ വകുപ്പ് സാംസ്കാരിക വകുപ്പും പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട ഒരു നടപടികളെക്കുറിച്ചും ഇപ്പോഴും ആലോചന നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ വിലയിരുത്തേണ്ടി വരും. അതിൽ നടന്ന കുറ്റകൃത്യങ്ങൾ, ആ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട തുടർ നിയമ നടപടികൾ, അതിനെക്കുറിച്ചുള്ള ആലോചനകളിലേക്ക് കടക്കുന്നില്ല. ആരെങ്കിലും പരാതിയുമായി എത്തണം, അത് മൊഴി കൊടുത്തവർ പരാതിയുമായി എത്തിയാൽ മാത്രമേ നടപടിയെടുക്കൂ എന്ന രീതിയിലേക്ക് അത് സർക്കാർ പിടിവാശിയാണോ എന്ന സംശയം പോലും ഉണ്ടാക്കുന്നു. മാത്രമല്ല സർക്കാരിൽ തന്നെ വിവിധ മന്ത്രിമാർക്ക് വ്യത്യസ്ത നിലപാടും വ്യത്യസ്ത പ്രതികരണങ്ങളുമാണ് പല മന്ത്രിമാരും നടത്തുന്നത് എന്നുള്ളതും വ്യക്തമായിട്ടുള്ളതാണ്. ഇതിലൊരു ഏക സ്വഭാവം ഇവരുടെ പ്രതികരണങ്ങളിൽ തന്നെ ഇല്ല എന്നുള്ളതിൽ ഇക്കാര്യത്തിൽ ഒരു കൂടിയാലോചനയോ ഗുരുതരമായ ഒരു ചർച്ചയോ നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. റോഷി, ഞാൻ വരാം. അഡ്വക്കേറ്റ് ശ്രീകുമാർ, ഇപ്പോൾ സർക്കാരിന് സ്വമേധയാ തന്നെ കേസെടുക്കാം, നിയമ നടപടികളിലേക്ക് പോകാമെന്ന് താങ്കളും പറഞ്ഞു. ഇപ്പോൾ മറ്റു മുതിർന്ന അഭിഭാഷകരും കാളിസ്റ്റൻ രാജിനെ പോലുള്ളവരും അതേ അഭിപ്രായം തന്നെ പറയുകയാണ്. പക്ഷേ ഒരു സംശയം, ഇപ്പോൾ സ്വാഭാവികമായും നിയമ നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ പരാതിപ്പെട്ട, രഹസ്യമായി പരാതി നൽകിയവർ അവരുടെ മൊഴിയെടുത്ത് മുഴുവൻ ആ നിയമ നടപടികളിലേക്ക് കടക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും അവരുടെ പേരൊക്കെ പുറത്തേക്ക് ചോർന്നു പോകുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഇവർ ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകുമ്പോഴും അവരുടെ ഭയം അതുതന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് നിയമ നടപടികളിലേക്ക് കൃത്യമായി കടക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും കാര്യം നടക്കും. മാത്രമല്ല സുപ്രീം കോർട്ടിൻ്റെ ഇതിലുള്ള ഗൈഡ് ലൈൻസ് വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു വിക്ടിമിൻ്റെ പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വിക്ടിമിൻ്റെ പേര് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഒഫൻസാണ്. അപ്പോൾ വിക്ടിമിൻ്റെ പേരോ ഡീറ്റെയിൽസോ അഡ്രസ്സോ ഡിസ്ക്ലോസ് ചെയ്യാതെ തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ സർക്കാരിന് അന്വേഷണം നടത്താം. ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുമ്പോഴും അതും അങ്ങേയറ്റം കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അത് കോടതിയിൽ എത്തുമ്പോഴും അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഇവരുടെ പേരുകൾ, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന പേരുകൾ അത് മറച്ചു വെച്ചുകൊണ്ട് ആയിരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ കോടതിയിൽ കൊടുക്കുക. ഈവൻ പ്രതികൾക്ക് പോലും കൊടുക്കുമ്പോൾ അതിൻ്റെ പേരുകളെല്ലാം മറച്ചു വെച്ചിട്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി അങ്ങേയറ്റം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഈ പേരുകൾ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ സർക്കാരിന് ഇവരുടെ പേര് ഡിസ്ക്ലോസ് ചെയ്യുമെന്നൊരു ആശങ്കയ്ക്ക് നിയമപരമായിട്ട് യാതൊരുവിധ പിൻബലവുമില്ല. അപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ, ഇപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞതുപോലെ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്തു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ. കമ്മിറ്റി എന്നത് അതൊരു കോഗ്നൈസബിൾ ഒഫൻസിൻ്റെ ഇൻഫർമേഷനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കാം. അതിൻ്റെ വെളിച്ചത്തിൽ വളരെ രഹസ്യമായിട്ട് ഈ വിക്ടിംസിൻ്റെ ഡീറ്റെയിൽസ് രഹസ്യമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് അവരെ രഹസ്യമായിട്ട് കണ്ട് മൊഴിയെടുത്ത് മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ പോക്സോ കേസാണെങ്കിലും റേപ്പ് കേസാണെങ്കിലും ഇതിൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ഒരാൾ പോലും വിക്ടിമിൻ്റെ പേര് ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ഇതെല്ലാം വളരെ കോൺഫിഡൻഷ്യലായിട്ട് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ആ നിലയ്ക്ക് ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ നടപടി എടുക്കുന്നതിൽ ഒരു പരാതി വേണം എന്ന് പറയുന്നത് നിയമപരമായിട്ട് നിലനിൽക്കില്ല. ഗവൺമെൻറ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാം, ഇവരുടെ എല്ലാം മൊഴിയെടുക്കാം. കോടതിയിൽ ഒഫൻസ് മേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒഫൻസ് ഉണ്ടെന്ന് കണ്ടാൽ അതിനെ തുടർന്ന് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാം, പ്രതികളെ ട്രൈ ചെയ്യാം, കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാം. ഇതെല്ലാം ഈ നിയമ സംഹിതയുടെ പാർട്ടാണ്. അതൊക്കെ ചെയ്യുന്നതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളും ഇന്ന് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, അല്പനേരം കൂടി താങ്കൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അഡ്വക്കേറ്റ് ശ്രീകുമാർ. WCCക്കെതിരെ നടി രഞ്ജിനി ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്തവരെ സംഘടന കൈവിട്ടു. ഒപ്പമുണ്ടാകുമെന്ന് കരുതിയെങ്കിലും നിയമസഹായം നൽകിയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. അനുഭവങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ കമ്മിറ്റി അംഗങ്ങൾ ഞെട്ടി. മടുത്താണ് കരിയറിലെ ഏറ്റവും നല്ല സമയത്ത് സിനിമയിൽ നിന്നും മടങ്ങിയതെന്നും രഞ്ജിനി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു.
അത് WCCയുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? അവരുടെ ഫൗണ്ടിങ് മെമ്പർ, ഞാൻ വെറുതെ ഒരു മെമ്പറാണ്, പാവപ്പെട്ട മെമ്പറാണ് WCCയിൽ. അവരുടെ ഫൗണ്ടിങ് മെമ്പർ അങ്ങനെ പറഞ്ഞപ്പോൾ WCC എന്ത് അവർക്ക് വേണ്ടി സംസാരിക്കണ്ടല്ലേ? എന്ത് കാരണം കൊണ്ട് ഇപ്പം still they are keeping quiet? Why don't you ask that to WCC? What protection has they given to the founding member, ex-founding member? WCC was asking for publication only. They didn't even talk about consent. അത് ബേസ് ചെയ്തിട്ട് വുമൻ കമ്മീഷൻ ഓൾസോ സെഡ് ദ സെയിം തിങ്. പബ്ലിഷ് ചെയ്യണം, കോൺസെൻറ്റിൻ്റെ കാര്യം ആരും അപ്പോൾ സംസാരിക്കുന്നില്ല. എന്ത് കാരണം കൊണ്ട് ഒരു വുമൻ കമ്മീഷൻ തന്നെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് വളരെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലേ? അത് വയലേഷൻസ് അല്ലേ? രഞ്ജിനിക്കേ ഇങ്ങനെ അനുഭവിച്ചോ? അതാണ് അവർ ഷോക്കായിട്ട് പോയത്. അപ്പോൾ ഞാൻ പീക്ക് ടൈമിലാണ് ഈ സിനിമ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് പോയ വ്യക്തിയാണ് ഞാൻ. WCCയുടെ ഭാഗമായിട്ടല്ല രഞ്ജിനി മൊഴി നൽകിയതെന്ന് ബീന അപ്പോൾ പ്രതികരിച്ചു. എല്ലാവരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും, ഭയപ്പെടുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുന്നതാണ് പ്രശ്നമെന്നും ബീന അപ്പോൾ പറഞ്ഞു. We are not supposed to individually ask each person, what movie did you give, why did you give it, when did you give it. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമേ അല്ല. ഞങ്ങൾ പറയുന്നു everybody has gone and spoken their experience. If her experience is that, she has recorded it. രഞ്ജിനി ഇൻഡിവിജ്വൽ ആയിട്ടാണ് പോയിരിക്കുന്നത്, WCCയുടെ ഭാഗമായിട്ട് പോയിട്ടില്ല. ഈ റിപ്പോർട്ട് തന്നെ ഞങ്ങൾ പഠിച്ച് ഇതാണ് മുമ്പോട്ടുള്ള വഴിയെന്ന് കണ്ടുപിടിക്കണം. ഈ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ ഇതിൻ്റെ ആരാ മൊഴി കൊടുത്തേ, എങ്ങനെ കൊടുത്തേ എന്നൊക്കെ എനിക്ക് ദയവായി നമുക്ക് ഇത് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. WCC ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തില്ല ഇതുവരെ. ഞങ്ങൾ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മൊത്തം റിപ്പോർട്ട് എടുത്ത് ഞങ്ങൾ എല്ലാവരും വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പുതിയ ചില വിവരങ്ങളുണ്ട്. കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു WCC എന്നൊരു വാർത്തയുണ്ട്. ഇന്ന് വൈകിട്ട് WCCയുടെ യോഗവുമുണ്ട്. വിനീത വേണു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. വിനീത, WCC ഇക്കാര്യത്തിൽ തുടക്കം മുതലെടുത്ത ശക്തമായ നിലപാടിനൊടുവിലാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ കേസെടുക്കാൻ സർക്കാർ മടിക്കുന്ന ഘട്ടത്തിലാണ് ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ WCC തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? അതുതന്നെയാണ് സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. WCC ഇന്നലെ ഈ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിലെ സന്തോഷം ഒരു ഫേസ്ബുക്ക് കുറിപ്പായി പങ്കുവച്ചിരുന്നു. അപ്പം WCC അംഗങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളിൽ അവരുടെ നിലപാട്, അവർ കടന്നു വന്ന പോരാട്ട വഴികളെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇനി എന്ത് എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത്. നമ്മുടെ ഈ സ്പെഷ്യൽ ഷോയിൽ ചോദിക്കുന്ന ചോദ്യവും അത് തന്നെയാണ്, കേസെടുക്കേണ്ടത്. അത് തന്നെയാണ് WCCയുടെ അടുത്ത ഘട്ടത്തിലുള്ള നിലപാട് നമ്മൾ ഉറ്റുനോക്കുന്നതും. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടു, അതിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നു, WCC ഉന്നയിച്ച കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് തെളിവാക്കുന്ന രീതിയിലുള്ള തെളിവുകളൊക്കെ തന്നെ ലഭിച്ചു. പക്ഷേ എന്നിട്ടും നടപടി എടുക്കാത്തത് എന്താണ് എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാവുന്നത്. അപ്പോൾ നിയമ പോരാട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് WCCയുടെ അംഗങ്ങളെല്ലാം ഇന്ന് ഓൺലൈനായി യോഗം ചേരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ രഞ്ജിനിയും ബീന പോളും ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചതിൽ നിന്നും അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, WCCക്ക് ചില ഘട്ടങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു ഈ നിയമ നടപടികളുടെ കാര്യത്തിൽ എന്നതാണ്. നടി രഞ്ജിനി അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മാത്രമാണ് WCC ആഗ്രഹം പ്രകടിപ്പിച്ചത്, അല്ലെങ്കിൽ ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ ഇതിൽ മൊഴി നൽകിയ അംഗങ്ങളുണ്ട്, അവരുടെ സ്വകാര്യത മാനിക്കപ്പെടേണ്ടതുണ്ട്. അവരുടെ മൊഴികൾ ഇത്തരത്തിൽ പുറത്തു വരുമ്പോൾ അത് അവരെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അംഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് WCCയുടെ കോണുകളിൽ നിന്നും ഉണ്ടായില്ല എന്നൊരു വിമർശനമാണ് നടി രഞ്ജിനി ഉന്നയിച്ചത്. ഇക്കാര്യത്തിൽ ബീന പോൾ പറഞ്ഞ മറുപടി, അത്തരത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടായി എന്നത് സത്യമാണ്. പക്ഷേ WCCയുമായി ചേർന്ന് നിന്നുകൊണ്ടല്ല രഞ്ജിനി കോടതിയെ സമീപിച്ചതെന്നാണ്. എങ്കിലും അതിലൊരു ആശയക്കുഴപ്പം ഉണ്ടായി എന്ന് വ്യക്തവുമാണ്. പക്ഷേ ഇനി അടുത്ത ഘട്ടത്തിൽ നിയമ പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ, കേസെടുക്കണമെന്നാവശ്യപ്പെടുമ്പോൾ ഈ മൊഴികളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കും കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരിക. അഥവാ കേസെടുത്താൽ തന്നെയും ഇതിൽ മൊഴി നൽകിയ ആളുകളെ തന്നെ, അതിൽ WCC അംഗങ്ങളുണ്ട്, മറ്റു വനിതകളുണ്ട്, ഇവരെയൊക്കെ തന്നെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കണം. അവർ നിയമ പോരാട്ടത്തിന് പോവുകയാണെങ്കിൽ അവർക്ക് നിയമസഹായം ഉൾപ്പെടെ ഉറപ്പുവരുത്തണം, മാനസിക പിന്തുണ ഉറപ്പുവരുത്തണം. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായി നിയമവശങ്ങൾ, തുടർന്നുണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ, പ്രശ്നങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പഴുതടച്ചുകൊണ്ട് തന്നെ പോകാനുള്ള ഒരു ശ്രമമാകും WCCയുടെ ഭാഗത്തുനിന്നുണ്ടാകുക.
ഒപ്പം തന്നെ പ്രതിരോധത്തിലായ മറ്റൊരു കാര്യം, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം, WCCയുടെ ഒരു അംഗം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ള മൊഴികളാണ്. അതായത് പുരുഷാധിപത്യമില്ലെന്നും തനിക്ക് അത്തരത്തിലുള്ള ചൂഷണങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടെന്നും ഇങ്ങനെ പറയുന്ന ആരോപിക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ ഇല്ലെന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ, ഞെട്ടിക്കുന്ന മൊഴിയാണ് ഇവർ നൽകിയതെന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, പ്രതിരോധത്തിലാവുന്ന കാര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം തുടങ്ങിയ വിഷയങ്ങളിൽ കൂടി WCC ഒരു തീരുമാനമെടുക്കും. ഏതായാലും ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്. തുടർന്നുള്ള നിയമ നടപടികൾ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് WCC ഇന്ന് തന്നെ ഒരു നിലപാട് വ്യക്തമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാരിനെതിരെ നിയമപരമായി നീങ്ങാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. ഇവർക്ക് ഹൈക്കോടതി മുഖാന്തരം ഇത് കേസെടുപ്പിക്കാനും അതിൻ്റെ തുടർ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഹൈക്കോടതി വഴി ചെയ്യാനായിട്ട് അതിന് വേണ്ടുന്ന ആളുകൾക്ക് അത് ചെയ്യിക്കാൻ സാധിക്കും. അതിന് ഇരകൾ വിക്ടിം തന്നെ വേണമെന്നില്ല. അങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത നിലയ്ക്ക് ആ ഒഫൻസ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് വെച്ചാൽ അതൊരു ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന് നിയമപരമായിട്ട് യാതൊരുവിധ വാല്യൂ ഇല്ലെങ്കിൽ പോലും അതിൽ കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് സർക്കാരിന് സാധിക്കും. ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം അതായത് ഒഫൻസ് എന്ന് വെച്ചാൽ അത്രയും ഒരു ഹെയ്നസ് ക്രൈമാണ് ഈ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും കുറ്റവാളികളെ ശിക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. അതല്ലാണ്ട് നമ്മൾ ഈ ഗവൺമെൻറ്റിനൊക്കെ കമ്പൽ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് നിസ്സംഗത കണ്ടതുകൊണ്ടോ ഇതിൽ നിന്ന് വേണ്ടപ്പെട്ടവർ പുറകോട്ട് പോകാതെ അവർ നിയമപരമായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള ഒരു ആവശ്യം. കാരണം ഇത് ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ, അതായത് ആവർത്തിക്കാതിരിക്കാനായിട്ട്, കാരണം കുറ്റം ചെയ്തത് കുറ്റമായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത്. അതായത് കുറ്റം ചെയ്തവരെ രക്ഷപ്പെടുത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. അപ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവരെ പ്രോസിക്യൂട്ട് ചെയ്യുക. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗവൺമെന്റ് തന്നെ ഈ കമ്മിറ്റിയെ വെച്ചിട്ടൊരു കമ്മിറ്റി നിരവധി ശുപാർശകൾ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. അത് ദീർഘകാല പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ശ്രീകുമാർ, താങ്കളിലേക്ക് വരാം. കെ രമ കുറച്ചു നേരം കൂടി തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ശോഭി തിലകൻ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ. ശ്രീ ശോഭി തിലകൻ, ഇപ്പോൾ തിലകൻ മുൻപ് AMMAയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഫയലുകൾ ഇപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേ ചില കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെയൊക്കെ അതിലെ കാര്യങ്ങളടക്കമുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി വേണമെന്നുള്ളതാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? അല്ല, ഇത് സിനിമാ മേഖലയിൽ നടക്കുന്ന ഇത്തരം പ്രവണതകളെ കുറിച്ചുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. നമുക്കിതിനു മുമ്പ് കേട്ടുകേൾവി മാത്രമേ ഉള്ളായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എൻ്റെ ഇത്രയും വർഷത്തെ എൻ്റെ ഒരു കലാജീവിതത്തിൽ എനിക്ക് അങ്ങനത്തെ ഇത്ര വലിയൊരു ഈ പറയുന്ന പോലെയുള്ള മാഫിയ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു റിപ്പോർട്ടിൽ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ, പക്ഷേ തിലകൻ അന്ന് പറഞ്ഞതിൽ മാഫിയ എന്ന വാക്ക് തന്നെയുണ്ട്. അല്ല, അച്ഛൻ പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. അത് വേറൊരു വിഷയമായിട്ട് അച്ഛനെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അതെ, ശ്രീ ശോഭി തിലകൻ, ഇതിപ്പോൾ സെക്ഷൽ ഹരാസ്മെന്റും മാത്രമല്ല ഇതിൽ പറയുന്നത്. ഇവർ ആര് സിനിമയിൽ തുടരണം, ആര് ഇവിടെ നിന്നും പോകണം, ആർക്ക് ഇനി റോൾ കൊടുക്കരുത് എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു വലിയ ലോബിയുണ്ട്. അതാണ് പറയുന്നത് ഈ 15 അംഗ സംഘമെന്ന്. തീർച്ചയായിട്ടും അത് അച്ഛൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ശരിയായി വരുന്നു എന്ന് വേണം കരുതാൻ. പക്ഷെ അതിന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കുറെ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം സിനിമാ മേഖലയിലുള്ള സംഘടനകളും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് അതിന് വേണ്ട പരിഹാരം ഗവൺമെന്റ് കണ്ടെത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ശ്രീ ശോഭി തിലകൻ, ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സർക്കാർ ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നു. താങ്കൾ പറഞ്ഞതുപോലെ സംഘടനകളുടെ പ്രതിനിധികളൊക്കെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സിനിമയിലെ പ്രധാനികൾ ആണ് ഈ 15 അംഗം എന്ന് പറയുന്ന പ്രധാനികളാണ്. ആ പ്രധാനികളായിരിക്കും ആ ചർച്ചയിൽ മുൻനിരയിലിരിക്കുക. അതിൽ ചിലരായിരിക്കാം പോക്സോ കേസിലെ പ്രതികൾ, അല്ലെങ്കിൽ പോക്സോ കേസ് ആരോപണ വിധേയർ. അതിൽ ചിലരായിരിക്കാം സ്ത്രീകളെ പീഡിപ്പിച്ചതിൽ മുന്നിൽ നിന്ന ആളുകൾ. അവരുമായിട്ടാണോ ചർച്ച വേണ്ടത്?
അല്ല, അത് നമുക്കറിയില്ലല്ലോ ആരൊക്കെയാണ് ഈ പറയുന്ന മൊഴികളിൽ ആരൊക്കെയാണ് ഈ പറയുന്ന കേസിലെ പ്രതികളായിട്ട് വരിക എന്നുള്ളതും നമുക്കറിയില്ലല്ലോ. നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് പറയാ? ആ പേരുകൾ പുറത്തു വരണ്ടേ? അല്ല, അതിപ്പോ പുറത്തു വരില്ല. പുറത്ത് വ്യക്തിപരമായ കാര്യങ്ങൾ പുറത്തു വിടില്ല എന്നല്ലേ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തു വിടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാനല്ലേ പറ്റുള്ളൂ. സിനിമാ മേഖല ശുദ്ധീകരിക്കാൻ അപ്പോൾ എന്താണ് വഴി? അല്ല, അതിലിപ്പോ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ, കുറെ നിർദ്ദേശങ്ങൾ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാലിക്കുക എന്നുള്ളത് മാത്രമാണ്. വളരെ നന്ദി ശോഭി തിലകൻ പ്രതികരിച്ചതിന്. വീണ്ടും കെ രമയിലേക്ക്. രമ, ഇപ്പോൾ സർക്കാർ ഒന്നും ചെയ്യില്ല എന്ന് താങ്കൾ പറയുന്നത് താങ്കളുടെ കൂടിയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സഭയിൽ പറഞ്ഞ കള്ള വാഗ്ദാനങ്ങൾ അത് എത്രത്തോളം വലിയ കളവായിരുന്നു എന്ന് ഇത്ര വർഷം കൊണ്ട് തെളിഞ്ഞു എന്നുള്ളതാണ് രമ പറയുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ WCC തന്നെ നിയമ നടപടികളിലേക്ക് കടക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ പോകുന്നു. ഞങ്ങൾ മാധ്യമങ്ങൾ ആ വിഷയത്തിൽ തുടർ ചർച്ചകൾ നടത്തുന്നു. പ്രതിപക്ഷം ഇപ്പോൾ ഇതിനകം തന്നെ യൂത്ത് കോൺഗ്രസ് പരാതി DGPക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് ഓരോ ഇരയും പോയി മൊഴി നൽകേണ്ടതില്ല, അതല്ലാതെ തന്നെ കേസെടുക്കാമെന്ന് അഡ്വക്കേറ്റ് ശ്രീകുമാറിനെ പോലെ മുതിർന്ന അഭിഭാഷകർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ 4 ഭാഗത്തു നിന്നും ഈ സമ്മർദ്ദം വരുമ്പോൾ സർക്കാരിന് പ്രവർത്തിക്കേണ്ടി വരില്ലേ രമ? സർക്കാരിന് പ്രവർത്തിക്കേണ്ടി വരേണ്ടതാണ്. പക്ഷേ പ്രവർത്തിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇപ്പോൾ പല കാര്യങ്ങളിലും ഉരുണ്ട് കളിക്കുന്നത്. കുറ്റകരമായ അനാസ്ഥയാണ് ഇതുവരെ സർക്കാർ പുലർത്തി പോകുന്നത്. അപ്പോൾ ഇനി പല ഭാഗത്തു നിന്ന് സമ്മർദ്ദം വന്ന പല സമ്മർദ്ദത്തിൻ്റെയും ഒടുവിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് എന്ന് നമുക്കറിയാം. സർക്കാർ സ്വമേധയാ പുറത്തു വിട്ടതല്ല. അതിൻ്റെ അവസാനം പുറത്തു വിടാൻ വേണ്ടി ഹൈക്കോടതിയുടെ ഇടപെടൽ, വിവരാവകാശ കമ്മീഷൻ്റെ ഇടപെടൽ, മാധ്യമങ്ങളുടെ ഇടപെടൽ, നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒക്കെ ഇടപെടലൊക്കെ എടുത്തു പറയേണ്ടതാണ്. എത്ര വർഷങ്ങളായി ഒരു കേസിൻ്റെ പിറകെ നടക്കുന്നു എന്നുള്ളതും അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുമൊക്കെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നല്ല പ്രതിപക്ഷ പ്രവർത്തനം തന്നെയാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെയുള്ള ശ്രമം തീർച്ചയായിട്ടും സർക്കാർ അതിലേക്ക് എത്തിപ്പെടേണ്ടതാണ്. എത്തിപ്പെടുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമ്മുടെയൊക്കെ അനുഭവത്തിൽ ഞാനതാണ് പറഞ്ഞത്. നമുക്ക് നിയമസഭയിൽ 13/7/21 സർക്കാർ കൃത്യമായ ഡേറ്റ് വെച്ച് പറയുന്നു. 13/7/21 സിനിമാ മേഖലയിലെ പ്രമുഖരുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം നീളുന്ന മീറ്റിംഗ് നടത്തി എന്നാണ് പറയുന്നത്. ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് ചില ശുപാർശകൾ സ്വീകരിക്കാവുന്ന തുടർ നടപടികൾ സംബന്ധിച്ച് വിശദമായ ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത്. 13/7/21 ഡേറ്റ് വെച്ച് പറയുന്നു. എന്താണത് ചർച്ച ചെയ്തത്? ആ ചർച്ച ചെയ്യുമ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്താണ് എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചില്ലേ? മന്ത്രി ആർ ബിന്ദു ഇപ്പോൾ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. മന്ത്രി ആർ ബിന്ദു, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ, അതിൽ പോക്സോ കേസ് ആരോപണം അടക്കമുണ്ട്. അപ്പോൾ അതിന്മേൽ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മന്ത്രി ബിന്ദു. പക്ഷേ സർക്കാർ പറയുന്നത് അതിൽ ഓരോ ഇരകളും പോയി മൊഴി നൽകി കേസെടുക്കണം എന്നുള്ളതാണ്. ആ രൂപത്തിൽ വേണ്ടതില്ല, ഒരു പരാതി അവിടെ ഉണ്ടായാൽ മതിയെന്ന് നിയമവിദഗ്ധർ തന്നെ പറയുന്നു. അപ്പോൾ എന്താണ് സർക്കാരിന് ഇക്കാര്യത്തിലുള്ള നിലപാട്? പൊതുവിൽ പുരുഷാധിപത്യ ബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വലിയ നിലയിൽ സംഭാവന ചെയ്യുന്ന ഒരു മേഖലയാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ സിനിമാ മേഖല. അതുമായി ബന്ധപ്പെട്ട് ചില വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യരുത് എന്നുള്ള അഭ്യർത്ഥനയും ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്ത ശ്രീമതി ഹേമയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയായി കണ്ടത്. എന്തു തന്നെയായാലും ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ആവശ്യമായിട്ടുള്ള നടപടികൾ മാതൃകാപരമായി സ്വീകരിക്കാനും തുടർ നടപടികൾ എന്ന നിലയിൽ ഇനി ഇത്തരം അനുഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഡിസ്ക്ലോസ് ചെയ്യരുത് എന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആവർത്തിച്ച് പറയുന്നത് ഇരകളുടെ പേര് ഒരു കാരണവശാലും പുറത്തു പോകരുത് എന്നുകൊണ്ടാണ്. അതിനെ തെറ്റായി സർക്കാർ മനസ്സിലാക്കുന്നു എന്ന് സംശയമുണ്ട്. കാരണം വേട്ടക്കാരുടെ പേര് പുറത്തു വരാതിരിക്കാനുള്ള ഒരു വ്യഗ്രത സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണത്തിൽ പലപ്പോഴായി തോന്നുന്നുണ്ട്. ആർക്കാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ ഇത്ര തിടുക്കം എന്നും ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിക്കുക, ഞാൻ ആ റിപ്പോർട്ട് വായിച്ചിട്ടേയില്ല എന്ന് പറയുക. അപ്പോൾ എത്രത്തോളം ഉത്തരവാദിത്വം ഇക്കാര്യത്തിൽ ഈ വകുപ്പ് മന്ത്രിക്കുണ്ട്?
തുടർന്ന് ഇക്കാര്യത്തിൽ തികഞ്ഞ ഉത്തരവാദിത്തത്തോടു കൂടി ഇടപെടുന്നതിന് വേണ്ടി സർക്കാർ നടപടി സ്വീകരിക്കുമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലെ സ്ത്രീവിരുദ്ധ നിലപാടുകളെ സംബന്ധിച്ചും സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ചുമൊക്കെയുള്ള പഠനമാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ലഭ്യമായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നീതിയുക്തമായിട്ടുള്ള നടപടികൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ WCC എന്ന് പറയുന്ന പ്രസ്ഥാനം വളരെ കാര്യമായ നിലയിലുള്ള ഇനീഷ്യേറ്റീവ് ഈ വിഷയങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ നിർദ്ദേശാനുസരണം, അവരുടെ കൂടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട്, അതുപോലെ ചലച്ചിത്ര മേഖലയിലെ സുപ്രധാന സാന്നിധ്യങ്ങളായ വനിതകളെ നേരിട്ട് കണ്ട് അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഇതിൽ നടപടികളിലേക്ക് പോകുകയാവും ഉചിതം എന്ന് കരുതുന്നു. മിനിസ്റ്റർ, ഇപ്പോൾ ഈ മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാർക്ക് ഇക്കാര്യത്തിൽ ഒരു വലിയ റോളുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ സ്ത്രീവിരുദ്ധമായ സമീപനം ഏറ്റവും അധികം വെച്ചു പുലർത്തുന്ന ഒരു മേഖലയാണ്. അവിടെ ഉടച്ചുവാർക്കൽ അത്ര എളുപ്പമല്ല. പക്ഷേ അതിന് പുറത്തുനിന്ന് ഇടപെടൽ വേണമെങ്കിൽ അത് ശക്തമായി തന്നെ വേണ്ടിവരും. അതിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട റോളുണ്ട്. അതുകൊണ്ടാണ് മിനിസ്റ്റർ താങ്കളോട് ആവർത്തിച്ച് ചോദിക്കുന്നത്, ഈ പീഡകരെ തന്നെ വിളിച്ചിരുത്തിയുള്ള കോൺക്ലേവ് ആണോ സർക്കാർ ആലോചിക്കുന്നത്? സർക്കാരിന് അറിയാമല്ലോ ആരൊക്കെയാണ് എന്ന്. കാരണം ഈ റിപ്പോർട്ട് മാത്രമല്ല, ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ മെറ്റീരിയൽ എവിഡൻസ് അടക്കം ഈ ഇരകൾ കൊടുത്തിട്ടുണ്ട്. അതടക്കമുണ്ട് സർക്കാരിന്റെ മുന്നിൽ. അതെ, സർക്കാർ ചെയ്യാൻ പോകുന്ന നടപടികളുടെ അന്തിമ രൂപം ആയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയാണ് അതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ളത്. സാംസ്കാരിക വകുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്ന കോൺക്ലേവ് വളരെ കൃത്യമായ നിലയിൽ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്ത്രീകൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന ഒരു സർക്കാരാണ് ഇന്നുള്ളത്. തീർച്ചയായും അതിന്റെ ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം എടുക്കേണ്ടതായിട്ടുള്ള തുടർ നടപടികൾ കൃത്യമായ നിലയിൽ ദിശാബോധത്തോടെ രൂപീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മിനിസ്റ്റർ, ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ആദ്യം തന്നെ കോൺക്ലേവ് എന്ന ആലോചനയിലേക്കല്ല പോവുക അല്ലേ? കോൺക്ലേവ് എന്നുള്ള ആലോചനയിലേക്കാണോ പോവുക എന്നുള്ളതിനെ സംബന്ധിച്ച് ക്യാബിനറ്റ് അല്ലെങ്കിൽ ആ തലത്തിൽ ഒരു ചർച്ച നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് സാംസ്കാരിക വകുപ്പാണ് പ്രധാനമായിട്ടും അത്തരം ആലോചനകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സ്വതന്ത്രമായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ആ വകുപ്പിന് ഈ വിഷയത്തെ സംബന്ധിച്ച് അധികാരമുണ്ട്. എന്താണ് ഇക്കാര്യങ്ങളിൽ ഇനി ഭാവി പരിപാടി എന്നുള്ളത് കുറെ കൂടി വ്യക്തത വരുത്തിയതിനു ശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതാണ്. ഈ തൊഴിൽ മേഖലകളിലെ ലൈംഗിക ചൂഷണത്തിന് കൃത്യമായ നിയമമുണ്ടല്ലോ, എന്തുതരം നടപടികളിലേക്ക് പോകണമെന്ന്. അപ്പോൾ സിനിമാ മേഖല വരുമ്പോൾ അതിന്മേൽ അവരെ കൂടി ഇരുത്തിയുള്ള ചർച്ച എന്ന ആലോചനയിലേക്ക് പോകുന്നത് എത്ര വിചിത്രമാണ് മിനിസ്റ്റർ. അങ്ങനെ നിങ്ങൾ പർവ്വതീകരിക്കണ്ട. കൂടിയാലോചനകളൊക്കെ ആവശ്യമാണ്. ഒരു മേഖലയിൽ അനീതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉച്ചാടനം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പര്യാലോചനകൾ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. അതിലാരും അസ്വസ്ഥതപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് 4.5 വർഷം അതിൽ അനക്കമില്ലാതിരുന്നത്? 4.5 വർഷം അനക്കമില്ലാത്തത് സംബന്ധിച്ച് അവര് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യരുതെന്നും ലോകായുക്തയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളും ഒക്കെ മുന്നിലുണ്ടായിരുന്നല്ലോ. എന്തായാലും ഇപ്പോ അതിൽ നടപടി സ്വീകരിക്കുകയാണ്. ആ നടപടി സ്വീകരിക്കും മുൻപ് അത് ഏതു വിധമായിരിക്കണം എന്ന് ഏകപക്ഷീയമായിട്ട് നിർദ്ദേശിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സാംസ്കാരിക വകുപ്പിന്റെ തീരുമാനങ്ങളെ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശാലമായ തലങ്ങളിൽ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ടെങ്കിൽ വനിതാ സംഘടനകൾ ഉൾപ്പെട്ട് അഭിപ്രായം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മഹിളാ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് WCC, ഇക്കാര്യത്തിൽ പറയുന്ന വാക്കുകൾക്ക് വലിയ വിലയുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടും ക്യാബിനറ്റിലുള്ള മന്ത്രി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും എന്റെ സജീവമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത്. WCC പറയുന്നത് നിയമ നടപടി വേണമെന്ന് തന്നെയാണ് കേട്ടോ. അതെ, അത് ഒറ്റ വാക്കിൽ നമുക്ക് എനിക്ക് മറുപടി പറയുന്നതിന് പരിമിതികളുണ്ട്. നിയമ നടപടി വേണമെന്ന് തന്നെയാണല്ലോ എല്ലാവരും പറയുക. പക്ഷെ നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ മൂർത്തമായ തെളിവുകൾ ഉണ്ടാവണം.
അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നിയമ നടപടികളിലേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പോൾ തീർച്ചയായും ആധികാരികമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്കെതിരെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിനെതിരെ നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതും ഒരു വശത്തുണ്ട്. അപ്പോൾ സാധ്യമായ നിലയിൽ നിയമപരമായ നടപടികളും നിലനിൽക്കുന്ന പുരുഷാധിപത്യ പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിന് നടത്തേണ്ടുന്നതായിട്ടുള്ള ഇടപെടലുകളും കൃത്യമായ നിലയിൽ ഉണ്ടാകുന്നതിന് വേണ്ടി പരിശ്രമിക്കും എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ശരി, വളരെ നന്ദി മന്ത്രി ആർ ബിന്ദു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.